സുഹൃത്തുക്കളെ, ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഏറ്റവും അധികം തൊഴിലില്ലായ്മ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എന്നാൽ ഈ കേരളത്തിന് വമ്പിച്ച തൊഴിൽ സാധ്യതകളുടെ അവസരങ്ങൾ തുറന്നു തരികയാണ് വിഴിഞ്ഞം ഹാർബർ. നമുക്കറിയാം, ഒരു തുറമുഖം പ്രവർത്തനക്ഷമമായി കഴിയുമ്പോൾ ആ നാട്ടിൻ്റെ വ്യവസായം, വാണിജ്യം, തൊഴിൽ, വെയർഹൗസിംഗ്, ലോജിസ്റ്റിക്, ചരക്കു നീക്കം, ഈ മേഖലകളിൽ പതിനായിരക്കണക്കിന് തൊഴിൽ സാധ്യതകളാണ് ഉണ്ടായി വരുന്നത്. പക്ഷേ അത് ഉപയോഗപ്പെടുത്തണമെങ്കിൽ ദീർഘദർശിത്വമായ ഒരു ഭരണകൂടം ഉണ്ടാകേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ വിഴിഞ്ഞം ഹാർബർ പ്രൊജക്റ്റിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി തമിഴ്നാട് വളരെ മുൻകൂട്ടിയുള്ള ആസൂത്രിതമായ നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, കേരളത്തിന് ലഭിക്കേണ്ട തൊഴിൽ സാധ്യതകൾ തമിഴ്നാട്ടിലേക്ക് മാറ്റിക്കൊണ്ടു പോകുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തി വരികയാണ്. നമുക്കറിയാം, ഇതിൽ ഏറ്റവും പ്രധാനം ഗതാഗത ശൃംഖലയുടെ വികാസമാണ്. സുഗമമായ ഒരു റെയിൽ ശൃംഖല ഇതിനാവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ തന്നെ രണ്ടാം പാതയുടെ പണി പുരോഗമിക്കുന്ന തിരുവനന്തപുരം നാഗർകോവിൽ ഭാഗത്ത് മൂന്നാമതൊരു ലൈൻ കൂടി ഇടുന്നതിന് വേണ്ടിയുള്ള ശ്രമം അവർ ആരംഭിച്ചിട്ടുണ്ട്. നാം ഇവിടെ കാണേണ്ടത്, കേരളത്തിൽ കുഴിത്തറ മുതൽ തിരുവനന്തപുരം വരെയുള്ള ഇരട്ടപ്പാതയ്ക്കുള്ള സ്ഥലം ഏറ്റെടുപ്പ് ഇതുവരെ പൂർത്തിയായിട്ടില്ല. അതേസമയത്ത് തമിഴ്നാട് കുഴിത്തറ മുതൽ നാഗർകോവിൽ വരെയുള്ള 35-40 കിലോമീറ്റർ വരെയുള്ള സ്ഥലത്തേക്കുള്ള ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുകയും അവിടെ ഒരു രണ്ടാം പാത ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും അതിൻ്റെ രണ്ടാം പാതയുടെ നടപടികൾ പൂർണ്ണമായി പൂർത്തിയായിട്ടില്ല. ഈ സന്ദർഭത്തിൽ തന്നെ വിഴിഞ്ഞം ഹാർബറിൻ്റെ അനന്ത സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി അവർ മൂന്നാമത് ഒരു ലൈൻ കൂടി വേണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ എന്താണ് യഥാർത്ഥത്തിൽ റെയിൽവേ വികസനത്തിൻ്റെ കാര്യത്തിൽ നടക്കുന്നത്? നാം അതിൻ്റെ എന്തൊക്കെയാണ് നമ്മുടെ വികസന സാധ്യതകൾ എന്ന് ഞാനിവിടെ പറയുവാൻ ശ്രമിക്കുകയാണ്. ഒന്ന്, റെയിൽവേ യാത്രക്കാരുടെ പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് ഒരു കമ്മീഷനെ നിയമിക്കുക. പ്രസ്തുത കമ്മീഷൻ്റെ കണ്ടെത്തലുകൾ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനും പരിഹരിക്കാനുമുള്ള നടപടികൾ സ്വീകരിക്കുക. 2, കേരളത്തിലെ ഇന്ത്യൻ റെയിൽവേയുടെ ജോലികൾ വേഗത്തിലാക്കാനായി റെയിൽവേ വകുപ്പിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ലൈസൺ സംവിധാനം ഏർപ്പെടുത്തുക. 3, കേരളത്തിൻ്റെ റെയിൽവേ വികസനത്തിൻ്റെ ഗതിവേഗം സുഗമവും ചടുലവുമാക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ വകുപ്പിന് കീഴിൽ ഒരു പ്രത്യേക സെൽ രൂപവത്കരിക്കുക. പരിണിതപ്രജ്ഞനും ജനകീയനുമായ ഒരു മഹത് വ്യക്തിയെ ആ വകുപ്പിൻ്റെ മേധാവിയായി നിയമിക്കുക. സാധ്യമെങ്കിൽ ട്രെയിൻ യാത്രക്കാരുടെ സംഘടനാ പ്രതിനിധികളുമായി ഇത്തരം പ്രശ്നങ്ങളെ ഇടയ്ക്കിടെ ചർച്ച ചെയ്യാനും അവസരമൊരുക്കുക. ഇന്ത്യൻ റെയിൽവേയുടെ കേരളത്തിൽ നിലവിലുള്ള പാത ശാക്തീകരിക്കുക. ആവശ്യമെങ്കിൽ വേഗത്തിന് തടസ്സമായിട്ടുള്ള വളവുകൾ നിവർത്തുക. അതിന് വയോഡക്റ്റ് സംവിധാനം ഉപയോഗപ്പെടുത്തുക. തിരുവനന്തപുരം ആലപ്പുഴ വഴിയുള്ള ഡബിൾ ലൈൻ പാതയിലെ അപൂർണമായ മാരാരിക്കുളം എറണാകുളം ഭാഗത്തെയും വള്ളത്തോൾ നഗർ ഷൊർണൂർ ഭാഗത്തെയും ഡബിളിംഗ് ജോലികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള ഇടപെടൽ നടത്തുക. ഷൊർണൂർ എറണാകുളം പാതയിൽ 3ാം ലൈൻ നിർമ്മിക്കാനുള്ള ഭൂമി ഏറ്റെടുക്കൽ നടപടി ത്വരിതപ്പെടുത്തുക. ഡബിളിംഗ് ജോലികൾ നടക്കുന്ന തിരുവനന്തപുരം നാഗർകോവിൽ റൂട്ടിലെ നിലവിലുള്ള പാതയുടെ തിരുവനന്തപുരം മുതൽ കുഴിത്തറ വരെ കേരളത്തിൻ്റെ ഉടമസ്ഥതയുള്ള ഭൂമി എത്രയും പെട്ടെന്ന് ഏറ്റെടുത്ത് നൽകുകയും പ്രസ്തുത നിർമ്മാണ ജോലികൾ ത്വരിതപ്പെടുത്തുകയും ചെയ്യുക. ഒപ്പം തന്നെ തിരുവനന്തപുരം വിഴിഞ്ഞം പുതിയ പാതയുടെ നിർമ്മാണ നടപടികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുക. തിരുവനന്തപുരം കാസർഗോഡ് റൂട്ടിൽ നിലവിലുള്ള ഇന്ത്യൻ റെയിൽ പാതയോട് ചേർന്ന് ആവശ്യമെങ്കിൽ നിലവിലുള്ള പാതയുടെ അതേ ഗേജിൽ കൂടുതൽ പാത നിർമ്മിക്കാൻ റെയിൽവേക്ക് ആവശ്യമായ ഭൗതിക സാഹചര്യം ഒരുക്കുക. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്ന പക്ഷം അത്തരം പദ്ധതികളിൽ കേരള സർക്കാർ കൂടി പങ്കാളികളാകുക. അങ്കമാലി എരുമേലി വഴിയുള്ള ശബരി പാതയുടെ നിർമ്മാണം വേഗത്തിലാക്കുക. പ്രസ്തുത പാത കൊട്ടാരക്കര, പുനലൂർ, നെടുമങ്ങാട് വഴി തിരുവനന്തപുരം വരെ നീട്ടുകയും നിർദ്ദിഷ്ട വിഴിഞ്ഞം പാതയുമായി ബന്ധിപ്പിക്കുകയും ചെയ്യുക. ബാംഗ്ലൂർ വരെയുള്ള യാത്ര 7 മണിക്കൂർ കുറയ്ക്കാനും ഉത്തരേന്ത്യയിലേക്കുള്ള യാത്ര വേഗത്തിലാക്കാനും ഉപകരിക്കുന്ന നിലമ്പൂർ നെഞ്ചങ്കോട് പാതയുടെ നിർമ്മാണ നടപടികൾ ആരംഭിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തുക.
38 കിലോമീറ്റർ മാത്രം ദൈർഘ്യം വരുന്ന തിരുനാവായ തൃശ്ശൂർ പാത ഉണ്ടായാൽ കോഴിക്കോട് ഭാഗത്തേക്കുള്ള ട്രെയിനുകളുടെ യാത്ര എളുപ്പത്തിലും ചെലവ് കുറഞ്ഞതും ആകുന്നതാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിലേക്കുള്ള ലക്ഷക്കണക്കായ ഭക്തർക്ക് അത് ഗുണകരമാകുകയും ചെയ്യും. ഈ പാതയുടെ നിർമ്മാണ നടപടികൾ ആരംഭിക്കാനുള്ള അടിയന്തര നടപടി കൈക്കൊള്ളുക. മൈസൂരിലേക്കുള്ള യാത്ര മംഗലാപുരം സ്റ്റേഷൻ ഒഴിവാക്കി എളുപ്പത്തിൽ എത്തിച്ചേരുന്നതിന് ഉപകരിക്കാവുന്ന കാഞ്ഞങ്ങാട് പാണത്തൂർ കനിയൂർ പാതയുടെ നിർമ്മാണ ജോലികൾ ആരംഭിക്കുന്നതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുക. എറണാകുളം തേനി മധുര പാതയുടെ സംസ്ഥാപനം മലയോര കിഴക്കൻ മേഖലയ്ക്ക് ഉത്തേജകമാകുമെന്നതിനാൽ ബസ് പാതാനിർദ്ദേശം സജീവമാക്കുന്നതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കുക. ആധുനിക സിഗ്നലിംഗ് സിസ്റ്റം ഏർപ്പെടുത്തി കേരളത്തിൻ്റെ ട്രെയിനുകളുടെ വരവും പോക്കും ഓട്ടോമേറ്റഡ് ആക്കാനുള്ള നിർമ്മാണ ജോലി എറണാകുളം ഷൊർണൂർ സെക്ടറിൽ റെയിൽവേ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അത് ത്വരിതപ്പെടുത്താനും തിരുവനന്തപുരം, പാലക്കാട്, കോഴിക്കോട് ഉൾപ്പെടെയുള്ള വിവിധ സെക്ടറുകളിലേക്ക് നീട്ടാനും സംസ്ഥാന സർക്കാരിൻ്റെ അടിയന്തര നടപടികൾ ഉണ്ടാകണം. നിലവിലുള്ള പാതയുടെ സഞ്ചാരശേഷി വർദ്ധിപ്പിച്ച് ട്രെയിനുകളുടെ വേഗം 130 കിലോമീറ്ററെങ്കിലും ആക്കുക. കൂടുതൽ പാസഞ്ചർ ട്രെയിനുകൾ ഓടിക്കുക. ഈ ഡിമാൻഡ് സമരമാക്കുന്നതിനുള്ള ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകണം. കേരളത്തിലെ 100ഓളം വരുന്ന മാനുവൽ ഓപ്പറേറ്റഡ് ഗേറ്റുകൾ കിഴക്ക് പടിഞ്ഞാറ് റോഡ് ഗതാഗതത്തിന് കീറാമുട്ടിയായിരിക്കുന്നു. വന്ദേ ഭാരത് പോലുള്ള വേഗപാത ട്രെയിനുകൾ കേരളത്തിൽ ഓടിച്ചു തുടങ്ങുകയും മറ്റു ട്രെയിനുകളുടെ സംഖ്യ വർദ്ധിപ്പിക്കുകയും ചെയ്തതോടെ ഓരോ മണിക്കൂറിലെയും പകുതിയിലധികം സമയങ്ങളിൽ പ്രസ്തുത ഗേറ്റുകൾ അടഞ്ഞുകിടക്കുന്നു. ഇതിന് പരിഹാരമായി കോസ്റ്റ് ഷെയർ വ്യവസ്ഥ സ്വീകരിച്ചുകൊണ്ട് എല്ലാ മാനുവൽ ഗേറ്റുകളും ഫ്ലൈ ഓവർ നിർമ്മിക്കാനുള്ള നടപടികൾക്കായി സംസ്ഥാന സർക്കാർ സമ്മർദ്ദം ചെലുത്തുക. ട്രെയിനുകളുടെ ക്രോസിംഗ് ലൂപ്പ് ലിങ്ക് വഴി നടക്കുന്ന അധികം ക്രോസിംഗ് സ്റ്റേഷനുകൾ കേരളത്തിലുണ്ട്. അങ്ങനെയുള്ള വിവിധ സ്റ്റേഷനുകളിലെ ലൂപ്പ് ലൈൻ ക്രോസിംഗ് സിസ്റ്റം ഒഴിവാക്കിയോ ആധുനികവൽക്കരിച്ചോ വേഗം കൂട്ടുന്നതിനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുക. കേരളത്തിലെ ജംഗ്ഷൻ സ്റ്റേഷനുകൾ ഉൾപ്പെടെയുള്ള സ്റ്റേഷനുകളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ അപര്യാപ്തമായതിനാൽ യാത്രക്കാരും ബന്ധപ്പെട്ട സ്റ്റേഷനുകളിലെ ജീവനക്കാരും വല്ലാതെ ക്ലേശിക്കുകയാണ്. അമൃത് ഭാരത് പദ്ധതിയുടെ പേരിൽ ചില സ്റ്റേഷനുകളിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തികൾ മൂലം പല സ്റ്റേഷനുകളും അലങ്കോലമായി കിടക്കുന്നത് യാത്രക്കാരുടെ സൗകര്യങ്ങളെ വല്ലാതെ ബാധിക്കുകയും അപകട സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഫലപ്രദമായ ഇടപെടലിലൂടെ പരിഹാര നടപടികൾക്കായി സംസ്ഥാന സർക്കാർ ശ്രമിക്കുക. പല ജംഗ്ഷൻ ടെർമിനൽ സ്റ്റേഷനുകളും ട്രെയിനുകളുടെ സുഗമമായ ഗതാഗതത്തിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചറുകളുടെ അപര്യാപ്തത നിലനിൽക്കുന്നു. ഇതിൽ പ്രധാനം യാത്ര കഴിഞ്ഞു വരുന്ന ട്രെയിനുകൾ യഥാകാലം സ്വീകരിക്കുന്നതിനോ നിർദ്ദിഷ്ട സമയങ്ങളിൽ പുറപ്പെടുന്നതിനോ ആവശ്യമായ പ്ലാറ്റ്ഫോമുകൾ, പിറ്റ് ലൈനുകൾ, സ്റ്റേബിൾ ലൈനുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയാണ്. ഇവിടങ്ങളിൽ ആവശ്യമായ സ്റ്റേബിൾ ലൈനുകളും പിറ്റ് ലൈനുകളും ഇല്ലാത്തത് മൂലം യാത്ര കഴിഞ്ഞു വരുന്ന റേക്കുകളുടെ സ്റ്റേബിളിംഗ് നിലവിൽ ക്രോസിംഗ് സൗകര്യമുള്ള സ്റ്റേഷനുകളിലെ നിലവിലുള്ള ലൈനുകളുമായി ആണ് ഇതിനുവേണ്ടി വർഷങ്ങളായി ഉപയോഗിച്ചു വരുന്നത്. ഇത് പല ട്രെയിനുകളുടെയും സമയകൃത്യതയും നിർദ്ദിഷ്ട സ്റ്റേഷനുകളിലെ ക്രോസിംഗ് ക്രമീകരണത്തെയും നിരവധി വർഷങ്ങളായി അവതാളത്തിലാക്കിയിരിക്കുകയാണ്. പ്രസ്തുത ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ കുറവ് അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന ഡിവിഷൻ തിരുവനന്തപുരം ഡിവിഷനും അതിൻ്റെ പരിധിയിലുള്ള തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനും എറണാകുളം സൗത്ത്, എറണാകുളം നോർത്ത്, കോട്ടയം, ചെങ്ങന്നൂർ, പാലക്കാട് ഡിവിഷനിൽ ഉൾപ്പെട്ട കോഴിക്കോട്, തിരൂർ, പയ്യന്നൂർ, ഷൊർണൂർ തുടങ്ങിയ സ്റ്റേഷനുകളാണ്. ഇതിൽ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിലെ അപര്യാപ്തത പരിഹരിക്കാൻ 2 പതിറ്റാണ്ട് മുമ്പ് നിർദ്ദേശിക്കപ്പെട്ട തിരുവനന്തപുരം നോർത്ത്, കൊച്ചുവേളി, തിരുവനന്തപുരം സൗത്ത്, നേമം എന്നീ സ്റ്റേഷനുകളിലെ വികസന പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇക്കാര്യത്തിൽ കേരള സർക്കാരിൻ്റെ അടിയന്തര ശ്രദ്ധ ഉണ്ടാകണം. അതുപോലെ എറണാകുളം സൗത്ത്, നോർത്ത് സ്റ്റേഷനുകൾ ഉൾപ്പെടെയുള്ളവയുടെ സമാനമായ അവസ്ഥയ്ക്കും പരിഹാരം കാണുന്നതിനും സർക്കാരിൻ്റെ അടിയന്തര നടപടികൾ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കുന്നു. റെയിൽവേയുടെ ഉടമസ്ഥതയിലും പരിപാലനത്തിലുമായിരിക്കേണ്ട പദ്ധതികൾ സംസ്ഥാന സർക്കാരിൻ്റെ ചുമലിൽ കെട്ടിവെക്കാനുള്ള ബോധപൂർവമായ നീക്കം സംസ്ഥാനത്തെ കൊടിയ സാമ്പത്തിക അസ്ഥിരതയിലെത്തിക്കുമെന്ന് കാണുക. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷൻ്റെ വികസനത്തിന് കീറാമുട്ടയായിരിക്കുന്നത് അവിടുത്തെ സ്ഥലപരിമിതിയാണ്. ഇതിന് പരിഹാരമാകാൻ ഉപകരിക്കുന്ന ഒരു നിർദ്ദേശം ഇതാണ്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷൻ്റെ വടക്ക് അറ്റത്ത് പടിഞ്ഞാറ് ഭാഗത്ത് പ്രവർത്തിക്കുന്ന ശ്രീചിത്ര ഹോമിൻ്റെ സ്ഥലം റെയിൽവേ വകുപ്പ് ഏറ്റെടുത്ത് റെയിൽവേക്ക് നൽകുക. 1 നൂറ്റാണ്ടിലധികമായി അന്നത്തെ സാഹചര്യത്തിലുണ്ടായിരുന്ന അനാരോഗ്യകരമായതും കാലഹരണപ്പെട്ടതുമായ സൗകര്യങ്ങളിൽ നിന്നും പ്രസ്തുത ഹോമിലെ അന്തേവാസികളെ മെച്ചപ്പെട്ട സൗകര്യങ്ങളോടെ പുനരധിവസിപ്പിക്കുക എന്നത് കാലാനുസൃതവും മനുഷ്യത്വപരവുമായ ആയിരിക്കും. അവിടെയുള്ള സ്ഥലം റെയിൽവേ വകുപ്പിന് കൈമാറുന്ന പക്ഷം പ്രസ്തുത സ്ഥലത്ത് നിന്നും തിരുവനന്തപുരം നോർത്ത് സ്റ്റേഷനിലേക്ക് 1-2 അധിക പാതകൾ കൂടി കൂട്ടിച്ചേർക്കാൻ സാധിക്കും. ഇതുവഴി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷൻ്റെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനും ട്രെയിൻ ഗതാഗതം സുഗമമാക്കാനും സാധിക്കുന്നതാണ്. റെയിൽ അല്ലാതെ മറ്റ് യാത്രാ സംവിധാനങ്ങളില്ലാതെ സാധാരണക്കാരുടെ അത്താണിയായിരുന്ന ചില നഗരപ്രാന്ത റെയിൽവേ സ്റ്റേഷനുകൾ കോവിഡ്-19 മുമ്പുണ്ടായിരുന്ന സ്റ്റോപ്പ് ഇതുവരെ പുനഃസ്ഥാപിച്ച് നൽകിയിട്ടില്ല. ഇപ്രകാരം നിർത്തലാക്കിയ സ്റ്റോപ്പുകൾ അടിയന്തരമായി പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. ഇത്തരം നഗരപ്രാന്തത്തിലുള്ള ചില സ്റ്റേഷനുകൾ നിർത്തലാക്കാനുള്ള നീക്കവും റെയിൽവേ തുടക്കം കുറിച്ചിട്ടുണ്ട്.
ഇത് തടയുക. കേരളത്തിലോടുന്ന ദീർഘദൂര ട്രെയിനുകളിൽ ഉൾപ്പെടെ നൂറ്റാണ്ടുകളായി ഉണ്ടായിരുന്നതും റെയിൽവേ നിയമപ്രകാരം ഉണ്ടായിരിക്കേണ്ടതുമായ വെസ്റ്റേൺ സ്റ്റൈൽ ലാറ്റനുകൾ ബസ് ട്രെയിനുകളിലെ ജനറൽ ബോഗികളിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നു. ഇത് തികഞ്ഞ മനുഷ്യാവകാശ ലംഘനവും മനുഷ്യത്വരഹിതവുമായ നടപടിയാണ്. അംഗവൈകല്യം സംഭവിച്ചവർ, ഗർഭിണികൾ, രോഗികൾ, പ്രായമായവർ എന്നിവർ ഇതുമൂലം വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. ഒരു പരിഷ്കൃത സമൂഹത്തിന് അനുകൂലമല്ലാത്ത പ്രസ്തുത നടപടികളിൽ നിന്നും പിന്തിരിയാനും എല്ലാ 2ാം ക്ലാസ് ബോഗികളിലും ഇന്ത്യൻ സ്റ്റൈൽ ലാറ്റിനൊപ്പം വെസ്റ്റേൺ സ്റ്റൈൽ ലാറ്റിനും കൂടി പുനഃസ്ഥാപിക്കുവാൻ സംസ്ഥാന സർക്കാർ റെയിൽവേയിൽ സമ്മർദ്ദം ചെലുത്തുക. കോവിഡ്-19 മുമ്പ് പാസഞ്ചർ ഫെയറിൽ ഓടിക്കപ്പെട്ടിരുന്ന ചില ട്രെയിനുകൾ, ഉദാഹരണത്തിന് 163-66 നാഗർകോവിൽ കോട്ടയം, 167-29 മധുര പുനലൂർ തുടങ്ങിയ ട്രെയിനുകൾ എക്സ്പ്രസ് ട്രെയിനുകളാക്കി മാറ്റിയ തീരുമാനം റദ്ദ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക. കേരളത്തിൻ്റെ റെയിൽവേക്ക് വമ്പിച്ച കുതിച്ചുചാട്ടം ഉണ്ടാക്കാവുന്ന ഇത്തരം പ്രോജക്റ്റുകളിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.